നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ബോസ് സാറിന് റിട്ടയർമെന്റ് ആണ്. സൗമ്യമായി മറ്റുള്ളവരോട് പെരുമാറുന്ന, ഇടപെടുന്ന ആളുകളുമായി വളരെ സുഹൃത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും കൂടിയാണ് ബോസ് സാർ. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ 32 വർഷക്കാലം സുദീർഘമായ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ന് വിരമിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛനുമുണ്ട്. അച്ഛൻ ബോസ് സാറിനെ സ്വീകരിക്കുവാൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥര് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. ചടങ്ങില് തന്റെ കുടുംബം മൊത്തം വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളും നമുക്കിവിടെ കാണാം. സാറിന്റെ അമ്മയാണ്. വളരെ സന്തോഷവതിയായി ഇരിക്കുന്ന ഈ അമ്മ. അപ്പോൾ അമ്മ ഇന്ന് ബോസ് സാറിന്റെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് കണ്ണൂരേക്ക് വന്നാണ്, ദൂരം നിന്ന്. ബന്ധുമിത്രാദികളും ജ്യേഷ്ഠാനിയന്മാരും എല്ലാവരും വീട്ടിൽ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അയൽവാസികളും സുഹൃത്തുക്കളും ബോസ് സാറിനെ റിട്ടയർമെന്റിന് ശേഷം വീട്ടിലേക്ക് സ്വീകരിക്കുവാൻ വിഷയങ്ങളാണ്. ഒരു ബോർഡ് അഴീക്കോട് പറഞ്ഞൊരു കാര്യമുണ്ട്. റിട്ടയർ ആയവരെല്ലാം ടയേർഡ് ആയവരല്ല. ബോസ് സാറിനെയും കാണുമ്പോൾ എനിക്കതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം റിട്ടയർ ആകാൻ മാത്രം പ്രായമായിട്ടില്ല, മനസ്സിനും പ്രായമായിട്ടില്ല, ശരീരത്തിനും പ്രായമായിട്ടില്ല, വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് റിട്ടയർ ആകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, 1993 ഏപ്രിൽ മുതൽ ഒരുമിച്ചുണ്ടായ എൻ്റെ സഹചാരിയാണ് ബോസ് കൊച്ചുമണി. എനിക്ക് ചെറുപ്പമായതുകൊണ്ട് ഞാൻ റിട്ടയർ ആയില്ല, പ്രായമായതുകൊണ്ട് അവൻ റിട്ടയർ ചെയ്തില്ല. എന്നിരുന്നാലും ആ ഒരു ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ കാണിക്കാറില്ല. ഊണിലും ഉറക്കലും ഒരുമിച്ചുണ്ടായിരുന്ന ഞങ്ങൾ ഇന്ന് സർവീസിന് വേർതിരിക്കുന്നു.
വളരെ വിഷമമുണ്ട്. ഏത് കാര്യത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം കൈമാറുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. ബോസിന് ഈ സർവീസിന് വിരമിക്കുന്ന ഈ അവസരം എൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നേരും. രാജേന്ദ്രൻ മറുപടി എൻ്റെ ഒരു ആശംസ അറിയിച്ചാണ്. പ്രിയപ്പെട്ടവരെ, 1993 ഏപ്രിൽ മുതൽ ഒരുമിച്ചുള്ള എൻ്റെ സന്തത സഹചാരിയാണ് ബോസ് കൊച്ചുമണി. എനിക്ക് ചെറുപ്പമായതുകൊണ്ട് ഞാൻ റിട്ടയർ ആയില്ല, എനിക്ക് പ്രായമായതുകൊണ്ട് അവൻ റിട്ടയർ ചെയ്യുന്നു. എന്നിരുന്നാലും ആ ഒരു ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ കാണിക്കാറില്ല. ഊണിലും ഉറക്കിലും ഒരുമിച്ചുണ്ടായിരുന്ന ഞങ്ങൾ ഇന്ന് സർവീസിന് വേർതിരിക്കുന്നു. വളരെ വിഷമമുണ്ട്. ഏത് കാര്യത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം കൈമാറുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. ബോസിന് ഈ സർവീസിന് വിരമിക്കുന്ന ഈ അവസരം എൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നേരും. 32 വർഷത്തെ സുദീർഘമായ പോലീസ് സർവീസിൽ നിന്നും ഇന്ന് റിട്ടയർ ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ബോസ്. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയങ്കരനായ അച്ചായ ഇന്ന് റിട്ടയർ ആകുമ്പോൾ സന്തോഷമാണ്. ഈ റിട്ടയർമെന്റ് ജീവിതത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അച്ചായന് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.